നിലപാടുകളുടെ ഉൾക്കരുത്തിൽ നെയ്തെടുത്ത വ്യക്തിപ്രഭാവമാണ് വി ഡി സതീശനെ വേറിട്ട് നിർത്തുന്നത്. കോൺഗ്രസിൽ തലപ്പൊക്കമുള്ള നേതാവായ വടശ്ശേരി ദാമോദരൻ സതീശൻ എന്ന വി ഡി സതീശൻ പുതുയുഗത്തിൻ്റെ അമരക്കാരനാവുകയാണ്. ഒരു പതിറ്റാണ്ട് നീണ്ട ഇടതുമുന്നണി ഭരണത്തെ കൈപ്പത്തി കാട്ടി ചെറുത്തത് ആരാണെന്ന് ചോദിച്ചാൽ വി ഡി സതീശൻ എന്നല്ലാതെ മറ്റൊരു ഉത്തരമുണ്ടാവില്ല. കോൺഗ്രസിൽ ഗ്രൂപ്പ് പാരമ്പര്യങ്ങളില്ലാതെ ഒറ്റയാൾ പോരാട്ടം നടത്തി മുൻനിരയിലെത്തിയ പ്രതിപക്ഷ നേതാവ്. പിണറായി സർക്കാരിനെതിരെ നിരന്തരം അമ്പുകളെയ്ത വി ഡി നെറിയടികൾക്കെതിരെ സന്ധിയില്ലെന്ന് പ്രഖ്യാപിച്ചു. പുസ്തകങ്ങൾ വായിക്കുകയും അക്ഷരവട്ടത്തിൽ ആശയങ്ങളെ രാഗി മിനുക്കുകയും ചെയ്ത വി ഡി പ്രസംഗങ്ങളിൽ അതിമനോഹരമായി അവയൊക്കെ അവതരിപ്പിക്കുകയും ചെയ്തു. ഒന്നിനോടും സന്ധി ചെയ്യാൻ നിന്നുകൊടുക്കാത്ത നേതാവ് പലർക്കും അപ്രിയനായി മാറുകയും ചെയ്തു. സമുദായ നേതാക്കൾക്ക് പലപ്പോഴും വി ഡി അലോസരമുണ്ടാക്കി. 2001 മുതൽ തുടർച്ചയായി പറവൂർ മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലെത്തിയ സതീശൻ ജനങ്ങൾക്ക് മുന്നിലല്ലാതെ മറ്റൊന്നിനു മുന്നിലും തലകുനിക്കില്ലെന്നും പ്രഖ്യാപിച്ചു. എറണാകുളം ജില്ലയിലെ നെട്ടൂരിൽ വടശ്ശേരി ദാമോദര മേനോന്റെയും വി വിലാസിനിയമ്മയുടെയും മകനായി 1964 മെയ് 31 ജനിച്ച വി ഡി നിയമബിരുദധാരിയാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്. തേവര സേക്രട്ടേറിയറ്റ് കോളേജിലെ ആർട്സ് ക്ലബ്ബ് സെക്രട്ടറി, MG കേരള സർവകലാശാലകളിൽ യൂണിയൻ കൗൺസിലർ, MG സർവകലാശാല യൂണിയൻ ചെയർമാൻ, NSU ദേശീയ കമ്മിറ്റി സെക്രട്ടറി തുടങ്ങിയ നിലകളിലും പ്രവർത്തിച്ചു. 1996 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി മത്സരരംഗത്തിറങ്ങിയെങ്കിലും വിജയിക്കാനായില്ല. 2001 വിജയം കൊയ്ത വി ഡി പിന്നെ 4 തവണ പറവൂർ MLA എന്ന പേര് നിലനിർത്തി. 12ാം നിയമസഭയിൽ കോൺഗ്രസ് വിപ്പായി. AICC സെക്രട്ടറിയും 2014 KPCC വൈസ് പ്രസിഡന്റുമായി. വിഷയങ്ങൾ പഠിച്ചവതരിപ്പിക്കുകയും പുതിയ കാഴ്ചപ്പാടുകളിലേക്ക് നയിക്കുകയും ചെയ്യുന്ന വി ഡി പതിവ് രാഷ്ട്രീയ ശീലങ്ങളിൽ നിന്ന് എന്നും മാറി നടന്നു. തെരഞ്ഞെടുപ്പിൽ 100-ലേറെ സീറ്റുകൾ നേടുമെന്ന് പറഞ്ഞ സതീശന്റെ വാക്കുകൾ ചരിത്രത്തിൽ മായാത്ത മുദ്രയായി. UDFനെ വിജയിപ്പിക്കാനായില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് പ്രഖ്യാപിക്കാനുള്ള ആർജവവും മറ്റാർക്കും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ കേരള ജനത ആർപ്പ് വിളികളോടെ ഈ നേതാവിനെ വരവേൽക്കുന്നു. പാർട്ടിയുടെ മുഖ്യമന്ത്രി ചർച്ചകൾ മുറുകുമ്പോഴും ജനത്തിന് പറയാൻ മറ്റൊരു പേരുണ്ടായിരുന്നില്ല. പട നയിച്ചവൻ പുതുയുഗത്തിലേക്ക് നാടിനെ നയിക്കട്ടെ എന്ന് അവർ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. പറവൂരിന്റെ പ്രിയ നായകൻ കേരളത്തിന്റെ അമരക്കാരനാകുമ്പോൾ നാടൊന്നാകെ ആഹ്ലാദിക്കുന്നതും അതുകൊണ്ടാണല്ലോ.